ലീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. PV അൻവറിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അൻവർ. വിശദമായി മൊഴി നൽകിയെന്നും അൻവർ. ADGP RSS മേധാവിയെ കണ്ടത് VD സതീശന് വേണ്ടിയെന്ന് ആവർത്തിച്ചു PV അൻവർ. ഇരുവരുടെയും കൂടിക്കാഴ്ച താൻ നേരത്തെ അറിഞ്ഞു. വിവരങ്ങൾ അടങ്ങിയ വാട്സ്ആപ്പ് സന്ദേശം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് PV അൻവർ. പുനർജനി വിഷയത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് VD സതീശൻ. PV അൻവറിന്റെ ആരോപണത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു VD സതീശൻ. മമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. IGP പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. നാളെ മുതൽ അന്വേഷണം ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJPക്ക് വോട്ട് മറിച്ചത് കോൺഗ്രസ് എന്ന MA ബേബി. RSSുമായി വോട്ട് കച്ചവടം നടത്താത്ത ഒരു നേതാവും കോൺഗ്രസിൽ ഇല്ലെന്ന് A വിജയരാഘവൻ. തൃശൂരിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ട് പോയത് LDF സ്ഥാനാർത്ഥിക്കാണെന്ന് VD സതീശൻ. ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൗരവതരമെന്ന് ബിനോയ് വിശ്വം. ലോട്ടറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവ ഭത്ത വർദ്ധിപ്പിച്ച് സർക്കാർ. ഓണത്തിന് 7000 രൂപ നൽകും. പെൻഷൻകാർക്ക് 2500 രൂപയും നൽകും. പരാതിക്കാരിയെ പീഡിപ്പിച്ചെന്നത് വ്യാജ വാർത്തയെന്ന് ആരോപിച്ച് പോലീസ് നിയമ നടപടിയിലേക്ക്. DYSP ബെന്നി മലപ്പുറം SPക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറി കേസിലെ വൈരാഗ്യമാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന് പോലീസ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകി വീട്ടമ്മ. നിവിൻ പോളി നൽകിയ പരാതിയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരാതിയിൽ യുവതിയുടെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്തി. ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന. മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി അന്വേഷണ സംഘം പ്രോസിക്യൂഷന് കത്ത് നൽകി. മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുമെന്ന് WCC. പുതിയ നിർദ്ദേശങ്ങളോടെ പരമ്പര ആരംഭിക്കുമെന്നും സിനിമാ മേഖലയിലെ എല്ലാ അംഗങ്ങളും തൊഴിൽ സംഘടനകളും തുറന്ന മനസ്സോടെ ഇതിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി WCC. പരാതിക്കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന ആരോപണത്തിൽ നിയമ നടപടികളിലേക്ക് പോലീസ്. താനൂർ DYSP ബെന്നി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഓണവിപണിയിൽ ശക്തമായ ഇടപെടലുമായി സർക്കാർ. സപ്ലൈകോയുടെ കൺസ്യൂമർ ഫെഡിന്റെയും ഓണച്ചന്തകൾക്ക് തുടക്കമായി. വിപണിയിൽ 1203 രൂപയുടെ സാധനങ്ങൾ 775 രൂപയ്ക്ക് സർക്കാരിന്റെ ഓണച്ചന്തകളിലും ഔട്ട്ലെറ്റുകളിലും ലഭ്യം. ഓണത്തിന് കരുതലുമായി സംസ്ഥാന സർക്കാർ. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് ആരാണെന്ന് തെളിയിക്കണമെന്ന് VS സുനിൽകുമാർ. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരണം. സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണമെന്നും VS സുനിൽകുമാർ. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K മുരളീധരൻ. അജിത് കുമാറിന്റെ RSS കൂടിക്കാഴ്ചയ്ക്ക് പൂരം കലക്കിയതുമായി ബന്ധമുണ്ട്. കേരളം കൈവിട്ടാലും മോദി ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ADGPക്കെന്നും K മുരളീധരൻ. മധ്യബംഗാൾ ഉൾക്കടലിനും വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. തിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ദൌത്യം അടുത്ത വ്യാഴാഴ്ച പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ബുധനാഴ്ച ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കും. കാലാവസ്ഥ നിലവിൽ അനുകൂലമെന്ന് ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകി.
ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാനുള്ള കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ചർച്ചകൾ നീളുന്നു. സംസ്ഥാനത്തെ 50 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സൂചന. കുട്ടികളോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്ത സ്ത്രീക്കെതിരെ അതിക്രമവും ഭീഷണിയും നടത്തിയയാൾ അറസ്റ്റിൽ. പനവല്ലി കാരാമ വീട്ടിൽ രാജുവിനെയാണ് തിരുനെല്ലി പോലീസ് പിടികൂടിയത്. അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി നടക്കും. ഡിസംബർ 16 മുതൽ 20 വരെയാണ് പരിപാടി നടക്കുക. ആദ്യ 3 ദിവസങ്ങൾ തിരുവനന്തപുരത്തും 19, 20 തീയതികളിൽ കൊച്ചിയിലുമായി വിവിധ വേദികളിലായാണ് കോൺക്ലേവ് നടക്കുക. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കേസിലെ പ്രതി പിടിയിൽ. കല്ലറ പാങ്ങോട് സ്വദേശി അനീസ് എന്ന് വിളിക്കുന്ന ജാഫറാണ് പോലീസ് പിടിയിലായത്. ഒഡീഷയിൽ നിന്നാണ് നെയ്യാറ്റിൻകര പോലീസ് ജാഫറിനെ പിടികൂടിയത്. കോഴിക്കോട് കൂടരഞ്ഞിൽ പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കൂടരഞ്ഞി കൂട്ടക്കര സ്വദേശി റോജിൻ തൂങ്കുഴിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കോലോത്തും കടവ് തടയണയുടെ സമീപത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം മണിപ്പുഴയിൽ ടാങ്കർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പാക്കിൽ സ്വദേശി നിഖിൽ ജോൺസണാണ് മരിച്ചത്. സർവേ ജീവനക്കാരുടെ കലാസാംസ്കാരിക കൂട്ടായ്മയായ ദിശ കോഴിക്കോട് CMDRFിലേക്കുള്ള തുക കൈമാറി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനാണ് തുക കൈമാറിയത്. 45,500 രൂപയാണ് CMDRFിലേക്ക് കൈമാറിയത്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 32 കിലോമീറ്റർ റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയതായി മന്ത്രി PM മുഹമ്മദ് റിയാസ്. ഇതിനായി 15 കോടിയിലധികം രൂപ ചെലവഴിച്ചതായി മന്ത്രി. നവീകരിച്ച വില്യാപ്പള്ളി ചെമ്മരത്തൂർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒന്നാം വർഷ ബിടെക് വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പരിപാടി സെപ്റ്റംബർ 9 മുതൽ ആരംഭിക്കും. സാങ്കേതിക സർവകലാശാലയാണ് അറിയിപ്പ് നൽകിയത്. തിരുവനന്തപുരം നഗരത്തിലെ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം നാളെ പുനരാരംഭിക്കും. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ദേശീയപാത അങ്കമാലി ആലുവ റോഡിൽ വാപ്പാലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് മീഡിയയിൽ ഇടിച്ചുകയറിയ അപകടം. രാവിലെ 9:30ഓടെ മുനമ്പം സ്റ്റേഷനിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന ഹിറ്റിലേക്ക്. 23 ലക്ഷത്തിന് മേൽ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റ് തീർന്നു. പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ. നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റിക്കൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനമായി. ആഭ്യന്തര മന്ത്രാലയം റെയിൽവേ മന്ത്രാലയത്തിന് അനുമതി നൽകിയതോടെയാണ് പേരുമാറ്റം യാഥാർത്ഥ്യമായത്. ഒറീസ ഗോൾഡ് കഞ്ചാവുമായി 3 പേർ എക്സൈസിന്റെ പിടിയിൽ. കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന സംഘത്തെ സാഹസികമായി പിന്തുടർന്നാണ് എക്സൈസ് പിടികൂടിയത്. തൃശൂർ പൊങ്ങണങ്ങാട് സ്വദേശി അനീഷ്, വിഷ്ണു, അമൽ എന്നിവരാണ് വാടാനപ്പള്ളിയിൽ പിടിയിലായത്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് സംഘത്തിലെ മുഖ്യപ്രതിയെ കോഴിക്കോട് നിന്നും കൊല്ലം റൂറൽ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പിലിക്കോട് മണിയാറ്റ് സ്വദേശി അർബാസാണ് അറസ്റ്റിലായത്. പ്രോജക്ട് ഹോപ്പ് പദ്ധതിയുടെ എറണാകുളം റൂറൽ ജില്ലയിലെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രതീക്ഷോത്സവം 2024 സോഷ്യൽ പോലീസിംഗ് ജില്ലാ നോഡൽ ഓഫീസർ അഡീഷണൽ SP M കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊലപാതക കേസിൽ പ്രതികൾ അറസ്റ്റിൽ. അരുൺകുമാർ, ജിനേഷ്, സിബിൻ എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്കമാലി മുന്നൂർപ്പള്ളി ഭാഗത്ത് രഘു എന്നയാൾ മരണപ്പെട്ട കേസിലാണ് അറസ്റ്റ്. കുരിപ്പുഴയിൽ ഓണത്തോടനുബന്ധിച്ച് കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ബന്ദിപ്പൂ കൃഷി വിളവെടുപ്പ് നടത്തി. പരിപാടി മന്ത്രി ജെ ചിഞ്ചുറാണി, മേയർ പ്രസന്ന ഏണസ്റ്റ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വൻ വ്യാജവാറ്റ് റെയ്ഡ്. രഹസ്യവിവരത്തെ തുടർന്ന് കണ്ണാടിപ്പൊയിൽ നമ്പിക്കുളത്ത് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് 150 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തത്. വാഷ് സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു.
എച്ച് കാരനായ ഉന്തുവണ്ടി കച്ചവടക്കാരനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ അമേരിക്കൻ ബ്ലോഗർ. ചെന്നൈ മറീനയ്ക്ക് സമീപം ഉന്തുവണ്ടിയിൽ തട്ടുകട നടത്തുന്ന റായൻ എന്ന യുവാവാണ് സമൂഹമാധ്യമങ്ങളിലൂടെ താരമായത്. ഹൈദരാബാദിൽ ഐസ്ക്രീമിൽ മദ്യം കലർത്തി വിൽക്കുന്ന സംഘം പിടിയിൽ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘത്തെ നിരീക്ഷിച്ചത്. ആന്ധ്രാപ്രദേശിലെ തെനാലി ജില്ലയെ വിറപ്പിച്ച വനിതാ സീരിയൽ കില്ലേഴ്സ് അറസ്റ്റിൽ. മോഷണവും കൊലപാതകവും നടത്തിവന്നിരുന്ന 3 സ്ത്രീകളാണ് പോലീസ് പിടിയിലായത്. മുനകപ്പ രജനി, മടിയാല വെങ്കടേശ്വരി, ഗുൽറ രമണയ്യ എന്നിവരെയാണ് ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ജമ്മു കശ്മീരിൽ തീവ്രവാദ ഭീഷണികളെ നേരിടാൻ വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള സംരംഭം ആരംഭിച്ച ഇന്ത്യൻ സൈന്യം. പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് പരിശീലനം. ഓട്ടോമാറ്റിക് റൈഫിളുകൾ, സ്ക്വാഡ് പോസ്റ്റ് ഡ്രില്ലുകൾ, ചെറിയ തന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ 600 പേർ തീവ്ര പരിശീലനത്തിലാണ്. തന്നെ അയച്ചത് ദൈവമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ വീണ്ടും ഒളിയമ്പുമായി RSS തലവൻ മോഹൻ ഭഗവത്. ദൈവമാണെന്ന് ആരും സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും നിങ്ങളിൽ ദൈവമുണ്ടോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ഭഗവത്. ഹരിയാന ഫരീദാബാദിൽ ഗോരക്ഷാ ക്രിമിനലുകൾ വെടിവെച്ചു കൊന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ മിശ്രയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് CPIM. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും CPIM. മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള കൈക്കൂലി കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കോടതി. പച്ചക്കറി കച്ചവടക്കാരിയിൽ നിന്ന് 20 രൂപ കൈക്കൂലി വാങ്ങിയ കേസിലാണ് നടപടി. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ യുവതിയെ മദ്യം നൽകിയ ശേഷം നടുറോഡിൽ ബലാത്സംഗം ചെയ്തു. യുവതിയുടെ പരാതിയിൽ ലോകേഷ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആംബുലൻസ് സേവനം ലഭിക്കാത്തതിനെ തുടർന്ന് മക്കളുടെ മൃതദേഹം ചുമലിലേറ്റി 15 കിലോമീറ്റർ താണ്ടി മാതാപിതാക്കൾ. സംഭവം മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലിൽ. ഉത്തർപ്രദേശിലെ നോയിഡയിൽ സ്വകാര്യ സ്കൂളിൽ 6 വയസ്സുകാരിയോട് ജീവനക്കാരൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതി. സ്കൂൾ വളപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ജീവനക്കാരൻ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടി വിവരം സ്കൂൾ അധികൃതരെ അറിയിച്ചുവെങ്കിലും സംഭവം മറച്ചുവെക്കാൻ ശ്രമമുണ്ടായെന്ന് ബന്ധുക്കൾ. ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് നിരോധിത ലഹരി മരുന്ന് പിടികൂടി കസ്റ്റംസ്. വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നിരോധിത ലഹരി മരുന്ന് കണ്ടെത്തിയത്. കാനഡയിലെ ഒന്റാറിയോ പ്രവിശ്യയിൽ 1967 ശേഷം ആദ്യമായി പേവിഷബാധ കേസ് റിപ്പോർട്ട് ചെയ്തു. പേവിഷബാധയേറ്റ ബ്രാൻഫോർഡ് സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വവ്വാലിൽ നിന്നാണ് പേവിഷബാധയേറ്റതെന്ന് ഔദ്യോഗിക നിഗമനം. നിലവിലെ കമല ഹാരിസ് ബൈഡൻ നയങ്ങൾ മൂലം പോലീസിന് കൂടുതൽ അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച നോർത്ത് കരോലിനയിൽ ഫ്രറ്റേണൽ ഓർഡർ ഓഫ് പോലീസ് അംഗീകാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 7-ന് ന്യൂയോർക്കിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതിന് പാകിസ്ഥാൻ പൗരൻ കനേഡിയൻ അറസ്റ്റിലായി. ഹമാസ് ഇസ്രയേൽ ആക്രമണത്തിന്റെ 1ാം വാർഷിക ദിനത്തിലാണ് ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നത്. പാക് സ്വദേശിയായ മുഹമ്മദ് സാഹബ് ഖാനാണ് പിടിയിലായത്. ചൈനയിലെ ഹൈനാൻ ദ്വീപിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിൽ 2 മരണം. 92 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ. 230 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കാറ്റിനെ തുടർന്ന് 4,60,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്റ്റാർലൈനർ പേടകം ഇന്ന് ഭൂമിയിലെത്തും. മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസിലാകും പേടകം ലാൻഡ് ചെയ്യുക. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇല്ലാതെയാണ് സ്റ്റാർലൈനർ തിരിച്ചെത്തുന്നത്. കുവൈറ്റിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളുടെ സംയുക്ത കൺവെൻഷന് തുടക്കം. കുവൈറ്റ് സിറ്റി നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കോമ്പൗണ്ടിലെ ചർച്ച് ആൻഡ് പാരിഷ് ഹാളിലാണ് കൺവെൻഷൻ. സെപ്റ്റംബർ 11, 13 ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ 9 വരെയാണ് കൺവെൻഷൻ നടക്കുക.
32 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൈരളി സലാലത്ത് ഉംറൈത്ത് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അലി കണ്ടേക്കാട്ട്. അലി കണ്ടേക്കാട്ടിലിന് കൈരളി സലാലത്ത് ഉംറൈത്ത് യൂണിറ്റ് വിപുലമായ യാത്രയയപ്പ് നൽകി. വീട് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.